ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിവസത്തിൽ ഒരു തവണയെങ്കിലും കണ്ണാടിയിൽ മുഖം നോക്കുന്നവരായിരിക്കും എല്ലാവരും. അങ്ങനെയെങ്കിൽ കണ്ണാടിയില്ലാത്ത വീടുകളും ഇന്ന് വിരളമായിരിക്കും എന്ന് തന്നെ പറയാം. അലങ്കാരത്തിന് വരെ വീടിനുള്ളിൽ കണ്ണാടി വയ്ക്കുന്നവരാണ് ഇന്ന് പലരും. എന്നാൽ വാസ്തുശാസ്ത്രപരമായി ഇവയ്ക്ക് ചില പ്രത്യേകതകളുണ്ടെന്ന കാര്യം എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുടുംബത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും അതിലുപരി സാമ്പത്തിക സ്ഥിതിയെ വരെ ബാധിക്കാവുന്നതാണ് വീട്ടിലെ കണ്ണാടി എവിടെ സ്ഥാപിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന കാര്യം. ഏതൊരു കാര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്നതാണല്ലോ കണ്ണാടിയുടെ ധർമ്മം. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ വീട്ടിൽ കണ്ണാടി സ്ഥാപിക്കാൻ പാടുള്ളൂ. കിഴക്ക്, വടക്ക് എന്നീ ഭാഗങ്ങളിലേക്ക് അഭിമുഖമായി കണ്ണാടി സ്ഥാപിക്കാൻ പാടുള്ളതല്ല. വീടിനുള്ളിലേക്ക് അനുകൂല ഊർജം കടന്നു വരുന്നത് കിഴക്ക് ദിശയിലൂടെയാണ്. ഈ ദിശയിൽ കണ്ണാടി സ്ഥാപിച്ചാൽ അത് വിഘടിപ്പിക്കപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യും. വടക്ക് വശം കുബേരസ്ഥാനമായാണ് കണക്കാക്കുന്നത്. ഈ ദിശയ്ക്ക് അഭിമുഖമായി കണ്ണാടി സ്ഥാപിക്കുന്നത് ധനനഷ്ടത്തിന് ഇടയാക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കണ്ണാടി ഈ പറഞ്ഞ ദിക്കുകളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത രീതിയിലാണ് സ്ഥാപിച്ചതെങ്കിൽ ഉപയോഗശേഷം തീർച്ചയായിട്ടും ഇവ തുണി കൊണ്ടോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ മറച്ചു വെക്കേണ്ടതാണ്. ഓരോ വീട്ടിലും പ്രധാന വാതിലിനുള്ള പ്രാധാന്യം ഞാൻ മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. വീട്ടിനുള്ളിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കടന്നു വരുന്ന പ്രധാന വാതിലിന് അഭിമുഖമായി ഒരു കാരണവശാലും കണ്ണാടി സ്ഥാപിക്കാൻ പാടില്ല. ഇങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇത് അനുകൂല ഊർജത്തെ വിഘടിപ്പിച്ച് കളയുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ കിടപ്പുമുറികളിലും കണ്ണാടി തൂക്കുന്നത് വാസ്തുശാസ്ത്രപരമായി നന്നല്ല. ദമ്പതികൾ തമ്മിലുള്ള യോജിപ്പ് ഇല്ലാതാക്കാൻ കിടപ്പുമുറിയിൽ കണ്ണാടി വെക്കുന്നത് കാരണമാകും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കിടപ്പുമുറിയിൽ കണ്ണാടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉറങ്ങുന്നതിന് മുമ്പ് ആ കണ്ണാടി ഒരു തുണി ഉപയോഗിച്ച് മൂടി വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കട്ടിലിന് അഭിമുഖമായി കണ്ണാടി വരുന്നതും ദോഷം ചെയ്യും. ഇവ മാറ്റി സ്ഥാപിക്കുന്നത് തന്നെയായിരിക്കും ഉചിതം. ഇനി അഥവാ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത നിലയിലാണെങ്കിൽ കിടക്കുന്നത് കണ്ണാടിയിൽ കാണാത്ത രീതിയിൽ കട്ടിൽ മാറ്റിയിടാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. പണം സൂക്ഷിക്കുന്ന അലമാരയ്ക്ക് എതിർവശത്തായി കണ്ണാടി സ്ഥാപിക്കുന്നത് സമ്പത്തിനെ ഇരട്ടിപ്പിക്കും. വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് ദർശനമായി പണപ്പെട്ടി സ്ഥാപിക്കുന്നതാണ് ധനനേട്ടത്തിന് അനുയോജ്യം. ഈ പണപ്പെട്ടി പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരിക്കണം കണ്ണാടി സ്ഥാപിക്കേണ്ടത്. ചതുരമോ സമചതുരമോ ആകൃതിയിലുള്ള കണ്ണാടികളാണ് ഉത്തമമായിട്ട് കണക്കാക്കുന്നത്. പുറംചട്ടയോട് കൂടിയ കണ്ണാടികളാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ചെളി പിടിച്ചതോ മങ്ങിയതോ പൊട്ടിയതോ ആയ കണ്ണാടികൾ ഒരു കാരണവശാലും വീട്ടിൽ സൂക്ഷിക്കാനും പാടില്ല. പണ്ട് ഒട്ടുമിക്ക വീടുകളിലും കിണറിൽ നിന്ന് വെള്ളം കോരുന്ന ഭാഗത്തായി കണ്ണാടി വെക്കുന്ന പതിവുണ്ടായിരുന്നു. ഊൺമുറിയിൽ ഭക്ഷണം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലും കണ്ണാടി സ്ഥാപിക്കാറുണ്ട്. ഇവയെല്ലാം ഐശ്വര്യദായകമാണെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ധനധാന്യ സമൃദ്ധിക്കും ഇങ്ങനെ കണ്ണാടികൾ വെക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. സ്വർണ്ണക്കടകൾക്കുള്ളിൽ കണ്ണാടി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? സ്വർണത്തെ ആകെ പ്രതിഫലിപ്പിച്ച് ഇരട്ടിയാക്കി തോന്നിപ്പിക്കുന്ന അനുഭവം അവിടെ എത്തുന്നവർക്ക് ഉണ്ടാകും. ഇത് വാസ്തുപരമായും ശാസ്ത്രപരമായും സാമ്പത്തിക ലാഭത്തിന് വളരെ ഉത്തമമാണ്. അതായത് ഗുണകരമായ വസ്തുക്കളെ പ്രതിഫലിപ്പിക്കുന്നത് അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് കാരണമാകും എന്നാണ് സാരം. ബാത്റൂമിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭിത്തിയിൽ കണ്ണാടി തൂക്കുന്നത് ആരോഗ്യപരമായ ഗുണങ്ങൾക്ക് നല്ലതാണ്. വീടിൻ്റെ മധ്യഭാഗം തുറസായി സൂക്ഷിക്കണമെന്നാണ് വാസ്തുശാസ്ത്രം അനുശാസിക്കുന്നത്. ഈ ഭാഗത്ത് ഭിത്തിയുണ്ടെങ്കിൽ അതിൽ കണ്ണാടി സ്ഥാപിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുട്ടികൾ പഠിക്കുന്ന മുറിയിൽ പഠനമുറിയിൽ ഒരു കാരണവശാലും കണ്ണാടികൾ സ്ഥാപിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെ കണ്ണാടി ഉണ്ടായിക്കഴിഞ്ഞാൽ പഠിത്തത്തിൽ ഏകാഗ്രത കുറയുന്നതിന് ഇത് കാരണമാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വീട്ടിൽ കണ്ണാടി ഏത് ഭാഗത്താണ് വെച്ചിരിക്കുന്നത്, അത് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഒഴിവാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി അതിനും സാധിക്കാത്തവർ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉപയോഗശേഷം ഒരു തുണി ഉപയോഗിച്ച് അത് മറിക്കാനായിട്ട് മറന്നു പോകാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാവും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്നത്.
അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.